പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും
പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോഭ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പോൾ കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമ വെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ, അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 13 പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ സ്വാസ്ഥ്യമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസിസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണവും മരണം ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമ്മൾ വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയിലെ വാതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട് എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ
ഇത് ഒരു ആലപ്പുഴ 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പള്ളി, വാടകൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് ഞാൻ അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല തൈക്കപ്പള്ളിയിൽ. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ, അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ, അല്ലാതെ ഫ്രിഡ്ജാ ടി വി, അന്ന് ടി വിക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മജ്ജ് ഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു, പടം ഫോട്ടോ ഇത് പാടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ, ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അടുത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നീ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്തിരി ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കിയില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷേ അതിനൊരിക്കലും ജപമാലയെ കുടുംബപ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബപ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലേണ്ടതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മദർ ഫസ്കയിൽ ഈ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതത്തോടെ കിടന്നൊന്നുമല്ല. സീവറെന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ചിലപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ പെയ്യണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയിൽ ചെയ്യണം. ആ മഴയത്ത് മുഴുവനും മഴ കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ വേറൊരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ഈ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നാണ് ജപമാല ചൊല്ലി.
ഈ 1000 മഴ ജപമാല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തട. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്ത കൊണ്ട്, അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിന് ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവാണ്. മാതാവിനോടും 1000 നന്ദി പറയുന്നു. ഞാൻ 6/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നത് 2012-23 ഡിസംബർ മാസം വന്ന് ഞാൻ ഇവിടെ പുതുക്കാൻ വരണത് 2012 പുതുക്കി കഴിഞ്ഞിട്ട് അതുവരെ മുമ്പ് പുതുക്കി ഉടമ്പടിയിലായിരുന്നെങ്കിലും ഞാൻ വെച്ച നിയോഗമൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്യുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ നിയോഗങ്ങളൊന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല. അപ്പോഴും ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെയും രണ്ടാമത് ഞാൻ പുതുക്കി കഴിഞ്ഞിട്ടും അതേ ഇതുപോലെ തന്നെയാണ് പോണതും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എവിടെയാണ് എനിക്ക് പറ്റണത്, എന്താണ് എന്നെ മാതാവ് എൻ്റെ നിയോഗങ്ങളൊന്നും കേൾക്കാതെയും പോകണത്, കാണാതെയും പോകണമെന്ന് എന്നും ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒന്നും തെറ്റിക്കുന്നില്ലല്ലോ, അപ്പോൾ എന്താണ് എന്നിൽ പറഞ്ഞ കുറവ് എന്ന് എനിക്ക് കാണിച്ചു തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ചെറിയ തുണിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഭർത്താവില്ല, എനിക്കൊരു ആൺകുട്ടിയുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ബിസിനസ്, അതായത് വീടുകളിൽ കൊണ്ടു കൊടുത്തിട്ടാണ് ഞാൻ ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു പെൺകുട്ടീനെ കണ്ടെത്തി. അവൾ തയ്പ്പാണ്, ഒരു കട എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യണം മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കടയിലോട്ട് ചേച്ചി വാ, രണ്ടാൾക്കും ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ചേച്ചി വിൽക്കുമ്പോൾ തുണികൾ തയ്ക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ എനിക്കും അത് കിട്ടുകയും ചെയ്യും, ചേച്ചിക്ക് ഒരു കടയും. അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഒന്നായിരുന്നു ഒരു ചെറിയൊരു കട എടുക്കണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും, നീ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിസാര വാടകയുള്ളൂ, ഞങ്ങളുടെ മേട്ടിപ്പാടം ഇടവക ചെറിയ ഇടവകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ശരി നമ്മളിവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലോൺ എടുത്ത് ഒരുപാട് തുണികൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കണം. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് അനുഗ്രഹം തരുന്നതാണ്. ഞാൻ വിചാരിക്കാത്ത ലെവലിലേക്ക് ഞാൻ തുണി ഇറക്കി. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കൽ അപ്പോൾ ഒരു വൈകുന്നേരം 23-ാം തീയതി ഒരു ഉച്ചയോടുകൂടി രാവിലെ ഞാൻ ആ കടയിൽ പോയി ഞാൻ കട തുറന്ന് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തലകറക്കവും തലവേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഉറക്കക്കുറവുണ്ട്, ടെൻഷനുണ്ട്, കടമുണ്ട്, ജപ്തിയിലാണ്, എല്ലാം അത് കാരണമായിരിക്കും ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ പറയുകയും ചെയ്തു, എനിക്കറിയില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ ഉണ്ടടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി തലവേദനയാണെങ്കിൽ വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വാങ്ങുന്നു പറഞ്ഞു. ഞാൻ പറയും ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകണമെന്നില്ല, എന്നാൽ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ അവൾ വീട്ടിൽ പോയി. അപ്പോൾ ഈ കടയുടെ താക്കോലും എൻ്റെ കയ്യിൽ, അവളുടെ ഒരു കയ്യിൽ താക്കോലും ഉണ്ടാകും, 2 താക്കോലും അവളുടെ കയ്യിലും എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നേരത്തെ പോവാം ചേച്ചി ഇത് അടച്ച് എന്താ എന്നിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ ആ കടയുടെ നേരെ ഓപ്പോസിറ്റ് മാപ്സ് സ്കൂളാണ്, അവിടുത്തെ ആനിവേഴ്സറി ആണെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഒരുപാട് ആളുകൾ വരണതല്ലേ, അപ്പോൾ എൻ്റെ തുണി ഒരു കച്ചവടം നടക്കുമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു 9 മണി രാത്രി വരെയും തുറന്ന് വയ്ക്കാം, എന്നിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 2 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ കടയും വീടുമായിട്ട് ഇച്ചിരി കുറച്ച് വഴിയുള്ളൂ. വണ്ടി എടുത്ത് ഞാൻ 2 വീലർ ഓടിക്കണം, വണ്ടി എടുത്ത് ഞാൻ വീട്ടിലോട്ട് വരണു. വീട്ടിൽ വന്നിട്ട് അപ്പോൾ അപ്പോഴും എൻ്റെ ക്ഷീണം ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇതുകളെല്ലാം എൻ്റെ ജപ്തിയാണ്, എൻ്റെ വീടിനെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കണം. ഉറങ്ങാനും പോയില്ല.
അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അപ്പുറത്ത് കടയിലെ ചേച്ചി അമ്മയെ വിളിക്കുന്നുണ്ട്, തുണി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അമ്മ ഒന്ന് ചെല്ലാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിടാ മോനെ, എനിക്ക് നേരമില്ല, എനിക്ക് ഒരുപാട് കാര്യം, അമ്മ ഒന്ന് ജസ്റ്റ് ചെല്ലുക, ചേച്ചി ഒരുപാട് നേരം ദിവസമായി പറയണം. അപ്പം ശരി ഞാൻ പോവാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 3 മണിയായി. ഞാൻ ഉച്ച നേരത്ത് ഒരു 3 മണി നേരം ഉറങ്ങിയുമില്ല. തുണികളെല്ലാം എടുത്ത് എൻ്റെ വണ്ടിയിൽ വെച്ച് ഞാൻ 2 വീലർ എടുത്ത് ഇറങ്ങിയതേ എൻ്റെ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കണത് ഞങ്ങളുടെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഞാനിത് എവിടെയാണ് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല, ആരെയും കാണാനില്ല എൻ്റെ ചുറ്റും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അത് അവിടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, അവളവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ട്, പള്ളിയിലെ അച്ഛൻ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോഴാണ് എനിക്ക് കണ്ണ് തുറക്കണേ. അപ്പം ചോദിച്ചു എനിക്ക് എന്ത് പറ്റി? അപ്പോൾ അവർ അച്ഛൻ വന്ന് പറഞ്ഞു, വിജയിച്ച് വിഷമിക്കണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ തലയിൽ തലോടിയിട്ട് കുരിശ് വരച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ, എന്താണ് എനിക്ക് ആരും ഒന്നും പറയുന്നുമില്ല. അത് അത്രയും ഞാൻ പറഞ്ഞു. അച്ഛനെ നോക്കിയപ്പോൾ കരഞ്ഞു. ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ പോയിട്ട് പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെയാണ് എൻ്റെ ഓർമ്മ എനിക്ക് വരുന്നത്, അത് മെഡിക്കൽ കോളേജിൽ. അപ്പം നോക്കുമ്പോൾ ഈ ഡോക്ടർമാർ മൊത്തം എൻ്റെ ചുറ്റും നിന്നിട്ട് എൻ്റെ കാല് ഇവർ പിടിച്ച് പഴിച്ച് എന്തൊക്കെ ചെയ്യണം. അപ്പം എനിക്ക് നല്ല വേദന. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ എൻ്റെ കാലുമ്പോൾ നിങ്ങൾ ചെയ്യണേ? എൻ്റെ കാല് വിട്, എനിക്ക് നല്ല വേദനയുണ്ട് തോന്നും. അപ്പോൾ അവർ ചേച്ചി കാല് പിടിച്ച് വലിച്ച് കമ്പി ഇത് ഇട്ടില്ലെങ്കിൽ ചേച്ചിയുടെ കാല് വലഞ്ഞു പോകും, നടക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വെറുതെ ചുമ്മാ എനിക്ക് ഓർമ്മയൊന്നുമില്ല, ആകെ കിളി പോയാണ്. ഞാൻ ഇവരെ വഴക്ക് പറയാം, എൻ്റെ കാല് വീട്ടിൽ നിങ്ങൾ, എനിക്ക് നല്ല വേദനയാണ്, എനിക്ക് ഒന്നും ഇടണ്ട, ഞാൻ മരിച്ചു പോക്കോട്ടെ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയില്ല നിങ്ങൾ, എന്താ നിങ്ങളിങ്ങനെ പറയണേ, ബഹളടിക്കില്ലേ എന്ന് പറഞ്ഞ് ഈ ഡോക്ടർമാർ മൊത്തം എൻ്റെ കാലങ്ങ് പിടിച്ച് വഴിച്ച് നല്ല വേദനയും. അപ്പോൾ ഇവർ വലിയ കണത്തിലാണ് ഒരു സാധനം അടിയിൽ വെച്ചിട്ട് എൻ്റെ ഈ കാലിങ്ങനെ ചിറ്റി. അപ്പോഴേക്കും എൻ്റെ ഓർമ്മ കൈ ഇവർ നേരത്തെ ചിറ്റി. അപ്പോൾ നല്ല വേദന കയ്യും, അതിന് കൈ ചിറ്റിയെന്ന് ഞാൻ ഓർമ്മയൊന്നുമില്ല. ഓർമ്മ തുറന്നു ഈ കാലാണ് ഇവർ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അതങ്ങനെ ചെയ്ത് ഇവർ എന്നെ വാർഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർമ്മയൊക്കെ അത്യാവശ്യം വന്നെങ്കിലും എനിക്ക് ഒന്നും അങ്ങനെ ഇതല്ല, ഞാൻ ശരിക്കും ഓക്കെ അല്ല. എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, എന്തോ എൻ്റെ മൈൻഡെല്ലാം മാറിപ്പോയി. ഞാനങ്ങനെ ഇങ്ങനെ ഒരാൾ കിടക്കണം, അങ്ങനെ ഒരു മന്ദബുദ്ധി കിടക്കണവർ കിടക്കുമ്പോൾ എന്നെ വാർഡിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ കട്ടിലൊന്നുമില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ അറിയുന്നൊരു പയ്യൻ, അവിടെ ഒരു നേഴ്സാണ് ഞങ്ങളുടെ മേട്ടിപ്പാടത്ത്, അവൻ ഓടി വന്ന് പറഞ്ഞു, ചേച്ചി വിജയിച്ച് എന്നെ അറിയോ? അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നു, ഒന്നും പറയുന്നുമില്ല. അപ്പം ഞാൻ ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കട്ടിലില്ല, അപ്പോൾ കട്ടിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ കട്ടിൽ ഉടനെ തന്നെ ഒരാൾ ഡിസ്ചാർജ് ആയി, കട്ടിൽ എനിക്ക് കിട്ടി. അവൻ കട്ടിൽ അങ്ങനെ കിടത്തി. പിന്നെ ഒരേ ചെക്കപ്പായിരുന്നു. ചെക്കപ്പ് ചെയ്തും 15 ദിവസമായിട്ടും എന്നെ ഓപ്പറേഷൻ ചെയ്യണില്ല അവർ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇടഞ്ഞു തുടങ്ങി, എന്തുകൊണ്ടാണ് വിജിയുടെ ഓപ്പറേഷൻ ചെയ്യാത്തത്? അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വേദനയും, വേദന എന്ന് പറഞ്ഞാൽ തരില്ല അതുപോലത്തെ വേദന. ഈ ഡോക്ടർ വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ എൻ്റെ ഓപ്പറേഷൻ ചെയ്യാത്ത എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എപ്പോഴും എന്നോട് തമാശ പറയും, പൈസ ഉണ്ടോ ഓപ്പറേഷൻ ചെയ്യാൻ? അപ്പം ഞാൻ വിചാരിച്ചു പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്യാത്തത്? അപ്പോൾ എൻ്റെ കൂട്ടുകാരികളെല്ലാം എന്നെ സഹായിച്ചിട്ട് ഒരു 30,000 രൂപ എൻ്റെ കയ്യിൽ വേറെ സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നീ എടുക്കരുത്, ഇത് ഓപ്പറേഷന് മാറ്റി വെക്കണേന്ന്. അപ്പം ഞാൻ ഈ കാശ് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഈ പൈസ എടുത്ത് കാണിച്ചു, പൈസ ഉണ്ട് കയ്യിൽ, ഇതില്ലാണ്ട് കൊണ്ടാണോ ഓപ്പറേഷൻ ചെയ്യാണ്ട് നിങ്ങൾ നിൽക്കണേ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴും ഈ ഡോക്ടർ എന്താ ഇങ്ങനെ? അപ്പം ഞാൻ മാതാവിൻ്റെ രൂപം എൻ്റെ അടുത്ത് എൻ്റെ മോൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, തൈലം എല്ലാം എൻ്റെ തേൻ എല്ലാം കൊണ്ടുവന്ന്, ഉപ്പ് ഒക്കെ അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എനിക്കൊരു ആകെ ഒരു മോനുള്ളൂ, അവൻ ആകെ ഷോക്കായിപ്പോയി. അപ്പനില്ല, മരിച്ചു പോയി, ഇനി അമ്മയും പോവുക എന്നുള്ള ഇതിൽ അവൻ നിൽക്കണേ. എന്നാലും അവൻ ഈ ഉപ്പും തേനും എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേർച്ച വസ്തുവൊക്കെ ഉപയോഗിച്ച ഈ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇവരെന്തേലും ഓപ്പറേഷൻ ചെയ്യാണ്ടിട്ടിരിക്കണേ, ഞാൻ മരിച്ചു പോവോ, എന്താ സംഭവം, നീ ഒന്ന് വെളിപ്പെടുത്തി തായോ എന്ന് ഞാൻ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ കിടക്കുമ്പോഴും ഞാൻ ഈ മാതാവിനെ നോക്കിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. എൻ്റെ അമ്മയോട് എന്തൊക്കെ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ
അപ്പം ഞാൻ വേദനയാണല്ലോ. അപ്പോൾ ഓരോരുത്തരും എന്നെ വിളിച്ചു തുടങ്ങി, എന്താണ് ഓപ്പറേഷൻ, എനിക്കറിയില്ല, ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്ന്, എന്താണ് എനിക്കെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടപെട്ടു. MLA വിളിക്കണോ, പാർട്ടിയായിട്ട് ഇടപെട്ടു, കൂട്ടുകാരികൾ പറഞ്ഞിട്ട് ഇടപെട്ടു. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സങ്കടമായി. ഡോക്ടർ നല്ല ഡോക്ടറാണ്, നമ്മുടെ ക്രിസ്ത്യൻസ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു, അവൾക്ക് ആരും ഇല്ല, നിങ്ങൾ എന്ത് 15 ദിവസം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഈ വ്യക്തിനെ ഇട്ടിക്കണേ, എന്താ സംഭവം നിങ്ങൾ ഞങ്ങളോട് പറയുന്നു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെയ്തു പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് പോയാൽ പോരാ, എന്നെ കാണണം, വിജിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം നിങ്ങൾ. അവർക്ക് സീരിയസാണ്, അവർ കത്തി വെച്ച് അവർ മരിച്ചു പോകും. അപ്പോൾ ആ കുട്ടിക്ക് അമ്മയാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ അറിയാതെ MLA ഇവരൊന്നും വിളിക്കുന്നത് ഞങ്ങൾക്കൊരു ഇറിറ്റേഷനാണ്. ഇവിടെ നിന്ന് ഈ വ്യക്തിനെ നിങ്ങൾ കൊണ്ടുപോയാലും എവിടെ പോയാലും ഇവർ രക്ഷപ്പെടില്ല. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വന്ന് ഓരോന്ന് പറയുന്ന നേരം നിങ്ങളുടെ ഇടവകയിൽ അച്ഛനോട് ചെന്ന് പറയും പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരോട് പറഞ്ഞു. അവളാകെ ഷോക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ രാവിലെ ട്രാവൽസിന് വന്നപ്പോഴാണ് എൻ്റെ മുന്നിൽ ഇത് വെച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മരിക്കാനോ കിടക്കണ ഡോക്ടർ എന്തോ പറയണം. അപ്പോൾ എന്നെ നോക്കിയിട്ട് ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കപ്പോൾ സീരിയസ് ആണ്, ഞാൻ പോവാറായി, മാതാവ് എന്നെ കൈ വിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ മോനെയാണ് ഓർക്കണത്. ഞാൻ പോയി എൻ്റെ മോനെ ആര് നോക്കും എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കൽ പിന്നെ എൻ്റെ കൂട്ടുകാരിലൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ കുറേ കൂട്ടുകാരികൾ ഇപ്പം ഇവിടെ വന്നിക്കണ എൻ്റെ കൂട്ടുകാരിയൊക്കെ ഒരുപാട് എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. എപ്പോഴും വിളിച്ചിട്ട് പറയും, നീ ഒന്നും സംഭവിക്കില്ല, നിനക്ക് നീ ഉടമ്പടിയിലല്ലേ, അപ്പം മാതാവിനെ രക്ഷിക്കടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുമ്പോൾ ഈ കൂട്ടുകാരിയോട് പറഞ്ഞു, വിജയെ താഴെ ഇറക്കാൻ പറഞ്ഞു ഡോക്ടർ. ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ ഇവളെ കാണിക്കണം എൻ്റെ അവസ്ഥ. ഇറക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. റൂമിൽ കൊണ്ടുപോയിട്ട് എല്ലാം 1 by 1 ആയിട്ട് എൻ്റെ ഈ കാലാണ് ഫസ്റ്റ് അയച്ച് കണ്ടപ്പോൾ ഈ കാലിതിങ്ങനെ വളഞ്ഞിട്ട് ഒരു പോക്ക് പോയപ്പോൾ അവളും അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ദൈവം എൻ്റെ കാലിങ്ങനെ അയ്യോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നില്ല വിജയിച്ച് അത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കാല് അത്ര അവസ്ഥയിലാണ് കിടക്കുന്നത്, തൊലിപ്പുറത്താണ് എൻ്റെ ഈ പാദം കിടക്കണത്. അത് അങ്ങനെ വെച്ചിട്ട് ഒരു 2 ഡോക്ടർമാർ ഈ കാല് നീട്ടിപ്പിടിക്കുക. അപ്പോൾ കൂട്ടുകാരിയോട് പറഞ്ഞു, പിടിക്ക് ചേച്ചി, ഇതാണ് വിജിയുടെ അവസ്ഥ, നിങ്ങൾ അവിടെ പോയിട്ട് കണവണാന്ന് വർത്താനം പറയില്ലേ. അത് കഴിഞ്ഞ് കൈ അയച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെ. ഞാനാകെ ഇല്ലാതായിപ്പോയി, ബ്ലാങ്കായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല, എന്നെ മാതാവ് കൈവിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് ആൽവിനെ എൻ്റെ മോനെ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് സങ്കടമായി. ഇനി എൻ്റെ കൊച്ചിനെ ആര് നോക്കും എന്നുള്ള ചിന്തയും ഭയങ്കര. മാതാവിന് അപ്പോഴും ഞാൻ പറയുന്നത്, ഇതിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തോ, എന്താണ് നീ ഇത് സംഭവിക്കുന്നത്, എന്താ ഇനി പറഞ്ഞു താ എനിക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കൽ അപ്പോൾ എല്ലാം കൂടുതലാണ്, ഷുഗർ, പ്രഷർ, പിന്നെ തലയ്ക്ക് ബ്ലീഡിങ്, വാരിയർ പൊട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരോട് പറഞ്ഞു, ഈ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിങ്ങ വിജിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യും. ഇവൾക്ക് സങ്കടമായി, ഇവിടെ ഓടിപ്പോയി, ഇവള് വേഗം പോയി, എൻ്റെ അടുത്ത് നിന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തേടി എനിക്ക് പറ്റിയില്ലടി, എനിക്ക് ചെറിയ തലവേദന, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ വിജിക്ക് സീരിയസ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛനുടനെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, വിജയിച്ചിക്ക് ഇത്ര കൂടുതലാണ്, എല്ലാവരും പ്രാർത്ഥന സഹായം വേണം കേട്ടോ എന്ന്. അപ്പോൾ ഇവിടെയും നമ്മുടെ കൃപാസനത്തിനെ വിളിച്ച് എൻ്റെ കൂട്ടുകാർ തന്നെയാണ് പറഞ്ഞിരിക്കണത്. അവരും പറഞ്ഞു പ്രാർത്ഥിക്കാട്ടോ, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഇരിക്കൽ ഇവരൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ചായിരുന്നു, സത്യം പറഞ്ഞാൽ മുറുക്കി പിടിച്ചായിരുന്നു. ഒന്നില്ലെങ്കിൽ എനിക്ക് ജീവനെ തരണം, ഇല്ലെന്ന് വെച്ചാൽ ഉടനെ എടുക്കണം, വേദനയിൽ നിന്ന് കിടക്കാൻ പറ്റില്ല, പിന്നെ എൻ്റെ മോനെ നോക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൊത്തം. അപ്പം മാതാവ് ചിലപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ ഇങ്ങനെ പറയും, നീക്കൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മാതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടഞ്ഞ് പോകുമ്പോൾ മാതാവിനെ കാണും. എന്നെ മാതാവ് വന്നിട്ട് എന്നെ ഇങ്ങനെ തലോടും, എന്നിട്ട് പറയും, വേദന ഒന്നും ഇപ്പം നീ നോക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരും കാണാനില്ല, അപ്പം ഞാൻ മാത്രമാണ് അവിടെ കിടക്കണത്. ഇങ്ങനെ എനിക്ക് പല പ്രാവശ്യം എൻ്റെ മാതാവ് എൻ്റെ കട്ടിലിൻ്റെ അവിടെ വരികയും എന്നെ തൊടുകയും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും മരിക്കില്ല. ഡോക്ടർമാർക്കൊക്കെ നല്ല പേടിയായിരുന്നു. കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു 10-15 ഡോക്ടർമാർ എൻ്റെ അടുത്ത് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം എന്നെ എല്ലാ ദിവസവും എല്ലാ ചെക്കപ്പും നടത്തുന്നത്, ഇത് കുറയുന്നുണ്ടോ, ഇവള് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ വിജിന്, ഒന്നും നടക്കണില്ല, ഒന്നും കുറയുന്നില്ല. ഇങ്ങനെ ഇരിക്കും. ഒരു രാത്രിയിൽ ഞാൻ മാതാവിനോട് 3 മണി നേരത്തെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ
പെട്ടെന്നൊരു കണ്ണ് തുറന്ന് ആരോ വന്ന് എന്നെ തൊട്ടോണം. ഞാൻ ഇട്ടിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു ഡേറ്റ് തരണം, ആ ഡേറ്റിൽ എൻ്റെ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, എല്ലാം നീ കുറയ്ക്കണം, നിനക്ക് കഴിയാത്തതൊന്നും ഇല്ലല്ലോ, നിനക്ക് സാധിക്കും, അത് നീ അത് ചെയ്തേ പറ്റൂ, എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ചെയ്യണേ എന്നായിരുന്നു എൻ്റെ സങ്കടം, പ്രാർത്ഥനയും. അങ്ങനെ ഇരിക്കില്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാ ചെക്കപ്പും നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. ഞാൻ തന്നെ ചിലപ്പോൾ നെട്ടിപ്പോയി. പെട്ടെന്ന് നോർമലാവണ്, പെട്ടെന്ന് ഡേറ്റ് എടുക്കണ ഡോക്ടർമാർ ചടപടാന്ന് പറഞ്ഞിട്ട് വേഗം അറിയിക്കണം. വീട്ടിൽ ആൽവിനെ വിളിച്ചു. ആൽവിന് ഭയങ്കര കാര്യം അവർക്ക്. ആൽവിൻ എപ്പോഴും എന്നെക്കാളും ഇപ്പോൾ ആൽവിൻ ഡൗണാ. കാരണം അമ്മ അങ്ങനെ പോവല്ല. അപ്പോൾ ആൽവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൽവിൻ നീ വീട്ടിൽ പോയിട്ട് റേഷൻ കാർഡിൻ്റെ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞവർ, വേഗം വരണം, ഒരാളോട് പറയാൻ നിൽക്കണ്ട, വേണമെങ്കിൽ നീ പറഞ്ഞു പെട്ടെന്ന് വരണം, നാളെ ഉടനെ ഓപ്പറേഷനാണ് അമ്മയ്ക്ക്. അപ്പോൾ ഇവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ എങ്ങനെ കൂടോ, ഇപ്പം നോർമലാണല്ലോ, ഇപ്പം ചെയ്യാമെന്നുള്ള ഇതിലാണ് ഇവർ ഡേറ്റ് എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്ത് ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ പറയാം? പെട്ടെന്നായിരുന്നു കുറഞ്ഞതൊക്കെ, ഈ മാതാവിനോട് പ്രാർത്ഥിച്ചില്ലേ, അതെ, ആ അനുഗ്രഹമാണ് ഇപ്പോൾ വന്നേക്കണത്, അപ്പം ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൽവിൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ വിളിച്ചുകൊണ്ട് ഇപ്പോൾ വന്നേക്കണ സിബിയോട് പറഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സമയമെടുത്തു. 7 മണിക്ക് ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകണം. ആരുമില്ല, എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടുകാരൊക്കെ വരണുള്ളൂ, എല്ലാം കുറച്ച് സഹകരണം കുറവാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിയും പ്രാർത്ഥനയും. പിന്നെ ഒരു കൂട്ടുകാരി 6 മണിക്ക് എന്നെ അവിടെ എത്തി. അവിടെ എത്തുന്നേക്കാളും മുമ്പ് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നെ ഡ്രസ്സ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഞാൻ ഇരിക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എന്നെ തിരിച്ചു കൊണ്ടുവരണേ, എന്നെ മരണത്തിലേക്ക് വിടരുതേ. എപ്പോഴും ഈ മാതാവിനോട് പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് ആൽവിനോട് പറഞ്ഞു, ഇത് ഒപ്പിടും ആൽവിനെ. ഒപ്പിടാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, അമ്മ വരാതെ ഇരിക്കാം. അപ്പം ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങനെ പറയണം, എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഞങ്ങളുടെ പേരിൽ ഒന്നും കേസാക്കി വരരുതല്ലോ വിജയിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ശരി. അപ്പം ഞാൻ ആൽവിനെ ഒന്ന് നോക്കി. ഞാൻ നോക്കിയിട്ട് വിജയ പറഞ്ഞത് മനസ്സിൽ തോന്നിയത്, ഞാൻ ഇനി തിരിച്ചു വരുമോ എൻ്റെ മോനെ കാണാനായിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനപ്പോൾ എനിക്ക് പിന്നെ ഒന്നും എൻ്റെ മോനോട് പറയാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മോന് ഞാൻ കൈ കൊണ്ടൊന്ന് തലോടി, എന്നിട്ട് ഞാൻ ഓപ്പറേഷനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെയും കൊണ്ടുപോയപ്പോൾ കുറേ പ്രശ്നങ്ങൾ. എനിക്ക് മരയിക്കാൻ തോന്നിയിട്ട് ഒന്നും റെഡി ആവണില്ല. അപ്പോൾ കുറേ ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞാൻ ഇവരെന്താ എന്നെ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഇത് കുത്തി വെച്ചിട്ട് ഇതാവണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഇടപെടണം കേട്ടോ, ഇത്രയും ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, നീ തൊട്ടാൽ എൻ്റെ ശരീരം ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ രീതിയിൽ നീ ആക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു സെക്കൻഡ് വെച്ച് മാതാവ് എൻ്റെ ശരീരം മൊത്തം ആ ചെയ്തെടുത്ത് മരയിപ്പോൾ അങ്ങനെ തുടങ്ങി. എല്ലാം കാല് റെഡിയായി, കൈ റെഡിയായി. ഇവർക്കപ്പോൾ ഇവരെന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് പേടിച്ചിട്ട്. അതുവരെ ശരിയാത്ത കാലും കൈയെല്ലാം റെഡിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഉറങ്ങിക്കോട്ടാ എന്ന് പറഞ്ഞ് മുഖത്ത് തുണിയിട്ട് അതേ ഞാൻ അറിഞ്ഞോളൂ. എൻ്റെ ഓർമ്മ പോയി. 4-5 മണിക്കൂറായിരുന്നു. മേജർ ഓപ്പറേഷനായിരുന്നു. കാലാണ് ഏറ്റവും കൂടുതൽ. എനിക്കിപ്പോൾ കമ്പിയാണ്, മുട്ടിൻ്റെ അവിടെ എല്ലാം തകർന്നു പോയി എനിക്ക്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ണ് തുറന്നു. ഒരു 5 മണിക്കൂറിൽ കണ്ണ് തുറന്നില്ല. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 3 ഡോക്ടർമാർ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നെന്നുള്ളതാ. അവർ തന്നെ അത്ഭുതം. അവർ പറയുന്നത് ഇത്രയും മേജർ ഓപ്പറേഷൻ ചെയ്ത ഒരാൾ കണ്ണിങ്ങനെ 1 മണിക്കൂറിന് തുറക്കില്ല അത്രേ, അത് കുറേ മണിക്കൂർ പിടിക്കുമെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ ഡോക്ടർ എൻ്റെ അടുത്ത്, ഈ 3 ഡോക്ടർമാർ ഇങ്ങനെ ഇരിക്കുന്നു, ലേഡീസുകളെല്ലാം അവിടെ നിൽക്കണം. ഞാൻ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ ചോദിച്ചു, വിജയിച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നെഞ്ചുവേദന ഉണ്ടോ, ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴും മാതാവ് എൻ്റെ അടുത്ത് നിൽക്കണമാതിരി എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ, സത്യമല്ല പറയണത്. സത്യം ഞാൻ പറയണേ, ഞാൻ നുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അവർക്ക് തന്നെ അത് അത്ഭുതമായിപ്പോയി. അപ്പോൾ അവർ ഓക്കെ, നമുക്ക് സന്തോഷമായി. കാരണം ഞാൻ മരണത്തിലേക്ക് പോകാൻ നിൽക്കണ എന്നെ മാതാവ് തിരിച്ചു കൊണ്ടപ്പോൾ എന്തോ ഒരു ശക്തി ഇവിടെ അവർക്ക് തോന്നിയത്. ഇവർ പ്രാർത്ഥിച്ച മാതാവ് തന്നെയാണ് ഇവരെ തൊട്ടിക്കണതെന്ന് ഉറപ്പാണ്. 100% ഉറപ്പാണ്. 1% പോലും ഞാൻ പിന്നോട്ട് പോവില്ല.
കാരണം എൻ്റെ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് എന്നെ പുറത്ത് കിടത്തിയപ്പോൾ എൻ്റെ മോൻ വിഷമിച്ച് കരഞ്ഞ് ഇന്ന് അവിടെ ഒരു മുക്കിനെ പോയിരുന്നപ്പോൾ ആൽവിൻ എന്ന് വിളിച്ചു. ഡോക്ടർ വന്നപ്പോൾ ഓടി വന്നുവൻ. അമ്മ ഓക്കെയാണ് കേട്ടോ, അമ്മയെ പുറത്ത് കിടത്താണ്, നിങ്ങൾ കൊണ്ട് എക്സ്റേ എടുത്തിട്ട് വാർഡിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം, ഞാൻ എൻ്റെ കൂടെ നിൽക്കണേ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ ഉണ്ടായില്ല, അവരെല്ലാവരും വന്നിട്ടുണ്ട്, കൂട്ടുകാരി എല്ലാവരും ഈ മാതാവിനെ നന്ദി പറഞ്ഞു. ആൽവിന് മുഖത്തൊരു സന്തോഷം തോന്നി, അമ്മ തിരിച്ചു വന്നില്ലോ, അമ്മ ഈ കിടന്നാലും എനിക്കൊരു അമ്മയെ കിട്ടിയില്ലോ എന്നുള്ള തോന്നൽ എനിക്ക് തോന്നി. അവനോടൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി, എക്സ്റേയും എല്ലാം എടുത്തു, വാർഡിൽ കൊണ്ടുപോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കടന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി, ഞാൻ നീട്ടി പറയണില്ല, എല്ലാം ചുരുക്കിയാണ് പറയണേ. പക്ഷേ മാതാവ് ഉണ്ടായിരുന്നു, ഈശോ മാതാവ് എൻ്റെ കൂടെ. അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഇത്ര പെട്ടെന്ന് ചെയ്യണോ? ഞാൻ വീട്ടിൽ പോയി എനിക്ക് എന്തെങ്കിലും ഒന്നും പറ്റില്ല, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൂടുതൽ തോന്നുകയാണെങ്കിൽ ആൽവിനോട് പറഞ്ഞു ആംബുലൻസിന് എന്നെ അമ്മ കൊണ്ടുവരണം, എന്നെ കിടത്തി എന്നെ കൊണ്ടുപോകണതും കൊണ്ടുവരണതല്ല. അങ്ങനെ എന്നെ കിടത്തി കൊണ്ടുപോയി, വീട്ടിലോട്ട് കിടത്തി കൊണ്ടുപോയി അവിടെ റൂമിൽ കിടത്തിയിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെ തിരിച്ച് കൊണ്ടുവരണം ആൽവിനെ എന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായി. എൻ്റെ ഈ കൂട്ടുകാരി, ഇവിടെ ഉള്ള കൂട്ടുകാരി ഇവിടെ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണേടി. അത് കഴിഞ്ഞ് മാതാവിൻ്റെ ലൈറ്റ് കത്തിൻ്റെ ആ രൂപം പിടിച്ച് എൻ്റെ റൂമിൽ ഇനി ഫിറ്റ് ചെയ്യണമെന്ന്, അതെല്ലാം എൻ്റെ റൂമിൽ വച്ചായിരുന്നു. ഞാൻ എന്നെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മാതാവിനെ ഞാൻ നോക്കി പറഞ്ഞു, നന്ദി പറഞ്ഞു, മാതാവേ എൻ്റെ ജീവനെ തന്നില്ലോ, എനിക്ക് നന്ദി ഉണ്ട് കേട്ടോ മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം ആ കിടന്ന കിടപ്പായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്, എല്ലാം എൻ്റെ മോനാണ് ചെയ്തത്. ഒരു ഭർത്താവ് ചെയ്യുന്ന ജോലി എൻ്റെ മോൻ ചെയ്തെന്ന് തന്നെ പറയാം. ഒരു മടി കൂടാതെ എൻ്റെ കുഞ്ഞ് ചെയ്തു. പക്ഷേ എൻ്റെ മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാർ മൊത്തം ഉണ്ടായി, വികാരി അച്ഛൻ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇരുന്ന് ഈ ഡോക്ടർ പിന്നത്തെ ഇതിൽ പോയപ്പോൾ പറഞ്ഞു, വിജയിച്ച് നടക്കില്ല കേട്ടോ, നടക്കില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ എല്ലാം ഒന്നും നടക്കില്ല, വണ്ടി എടുക്കില്ല, നടക്കില്ല എന്ന് പറഞ്ഞു. ഉറപ്പ് പറയും ഡോക്ടർ. അന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ശരിയാവില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ അടുത്താണ്, മാതാവിനാണ് എന്നെ രക്ഷിച്ചത്, അപ്പോൾ മാതാവ് എന്നെ നടത്തിക്കോളൂ, ഓക്കെ നിങ്ങളൊന്നും പറയണ്ട, ഞാൻ ഒരു ചെന്തൊരു വഴക്കുണ്ടാക്കാം, ഒന്നും പറയണ്ട, എൻ്റെ മാതാവ് എന്നെ നടത്തിക്കോളും, എന്നെ മാതാവാണ് രക്ഷിച്ചത്. അപ്പോൾ ഇവർക്കും മിറാക്കിളാണ് ഇവർ പറയുന്നത് മാതാവാണ് രക്ഷിച്ചിരിക്കണത്. ഇവിടെ എല്ലാം ഒരു മാതാവിനെ ഭയങ്കര ഇതായിട്ട് അത് തന്നെ സംസാരിച്ചു. ഞാനെന്താ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഡോക്ടർ പറയുന്ന മാതിരി അല്ലല്ലോ നടക്കണത് എന്ന് പറഞ്ഞു. ശരി, അപ്പം ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനും വാശി. അങ്ങനെ ഈ മരുന്നെല്ലാം തന്നു വിട്ട് അങ്ങനെ 3-4 തവണ ഞാൻ പോയി വന്നുകൊണ്ട് 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിവസം ഈ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ നടക്കട്ടെ? ദൈവമേ നടക്കണ്ട, നിങ്ങൾ നടക്കാൻ ആര് പറഞ്ഞു നിങ്ങളോട്? ഞാൻ പറഞ്ഞോ നടക്കണ്ട നിങ്ങൾ, അത് ഞങ്ങൾ പറയാറായിട്ടില്ല. പിന്നെ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു ഞാൻ നടക്കും, എൻ്റെ മാതാവ് നടത്തിക്കുന്നേ. അപ്പോൾ ഡോക്ടർ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കണ്ട, ഇപ്പോൾ വിജയിച്ച് ഇപ്പം നടക്കണ്ട, ഞാൻ പറയണത് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കേൾക്കില്ല, എൻ്റെ മാതാവ് എന്നോട് പറയുന്നത് നടക്കാനാ. അപ്പം എന്നെ നടത്തിക്കുന്നേ, ഒന്ന് ഞാൻ നടക്കട്ടെ, ഇപ്പം എന്താ കുഴപ്പം, എന്നെ ചവിട്ടിക്കെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആൽവിനെ അമ്മയൊന്ന് ഇരുത്താം. ഞാൻ കാലിങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കലും ഒരു മിന്നൽ പോലെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഇല്ല ഡോക്ടറെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഞാൻ ഒന്ന് ചവിട്ടട്ടെ, നിങ്ങളവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ ഈ കാലെടുത്ത് ചവിട്ടി അവിടെ അങ്ങനെ ഉറപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് ഇത് തുടർന്നത്, ഇവരൊന്നും അല്ല, ഈ മരുന്നും മേബിളും ഒന്നുമല്ല എൻ്റെത്, എനിക്ക് മനസ്സിലായി അതോട്. അപ്പോൾ ഈ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, ഓ ചേച്ചി ഈ മാതാവിനെ മുറുക്കി പിടിച്ചു കാണും, വെറുതെയാണ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തത്, ചുമ്മയല്ല ഞാൻ ഉടമ്പടി എടുത്തത്, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നേ. അപ്പം നിങ്ങളൊന്നും പറയണ്ട, പേടിക്കണ്ട, നിങ്ങൾ ഞാനല്ലേ പറയണേ, എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. ശരി വിജയിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തം അല്ലാന്ന്, ഓക്കെ വേണ്ട ഞാൻ ഏറ്റോളാം എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ എന്നെ ആൽവിൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ ഡോക്ടർമാർ പറയണ കേൾക്കമ്മ, അമ്മ നടക്കില്ലേ, എന്തെങ്കിലും വന്നു പോയി അമ്മയ്ക്ക് എനിക്ക് അമ്മ ഇല്ലാണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല മോനെ, നിനക്ക് വിശ്വാസം ഇല്ലേ, നിനക്കില്ലെങ്കിൽ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ കൊണ്ടുവന്ന് കിടത്തി. ഇവൻ പുറത്ത് പോയപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ല, എൻ്റെ മോന് ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞിട്ട് പോയി, ഇതേ അമ്മ ഇനി എങ്ങാനും ഞാൻ അറിയാണ്ട് നടന്നാ അമ്മ ശരിയാക്കൂട്ടാന്ന് പറഞ്ഞ് ഇവൻ പോയി. ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ, എനിക്ക് ആ രൂപക്കൂട് നല്ല സെറ്റപ്പായിട്ട് എനിക്ക് രൂപക്കൂട് നല്ല ഭംഗിയിൽ വേണമെന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണതാ. എനിക്ക് ആ ഹാളിലേക്ക് പോകണം, എനിക്ക് ആ ഈശോയുടെ അടുത്ത് പോയി ഈ ആക്സിഡൻറ്റ് പറ്റിയ കയ്യൊന്ന് ഈശോയുടെ അടുത്തൊന്ന് തൊടണം, ഇതാണ് എൻ്റെ ആവശ്യം, ആഗ്രഹം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവിടെ ആരും ഇല്ല കേട്ടാ, എൻ്റെ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ പതുക്കെ നടക്കണേ, എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി.
നടക്കാൻ പിടിച്ച് എന്നെ എൻ്റെ മോനും നടത്തിയ മോൻ ഞാൻ തന്നെ ഇന്നിട്ട് ഈ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ ഈസി ആയിട്ട് പോയിട്ട് ഈശോയുടെ അടുത്ത് പോയി ഈ കൈ പൊക്കുകയില്ലായിരുന്നു. ഈ കൈയിനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ശരിക്കും ഞാൻ ഈശോനെ തൊട്ടു. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്നെ വിശ്വാസം കൂടുതൽ ഇതായി. കാരണം എൻ്റെ ഈശോ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അതോടെ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. അങ്ങനെ ഞാൻ അത് പ്രാർത്ഥിച്ചു. വേഗം വന്ന് ഞാൻ റൂമിൽ കിടന്നിട്ട് ആരോടും പറഞ്ഞില്ല. മോനോട് പറഞ്ഞാൽ മോൻ വഴക്ക് പറയും. എനിക്കറിയാം അവൻ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ തനി ഇഷ്ടം ചെയ്തു എന്ന് പറയില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ അവനോട് പറഞ്ഞേയില്ല. ഇപ്പം ഇവിടെ വളരെ കൂട്ടുകാരോട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എടി ഞാനിങ്ങനെ പതുക്കെ നടന്നു. അയ്യോ നീ നടന്നാ? നടന്നിടി പിന്നെ, എന്തിനും ഞാൻ നടക്കണല്ലോ. എനിക്കിനി ആൽവിൻ എന്നെ തുടരുത്, എനിക്ക് ബാത്റൂമിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. ഇതാണ് എൻ്റെ മാതാവിനോട് പ്രാർത്ഥന. അതും കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതാവിനോട് പറഞ്ഞേ, മാതാവേ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാനൊന്ന് സഹായിക്കണേ, തന്നെ എനിക്ക് ചെയ്താൽ വേറെ ഒന്നും വേണ്ട, എനിക്ക് ബാത്റൂമിലൊന്ന് പോയി കിട്ടണേന്നു. അതും നടന്നു. ഈ കുഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവ എന്നെ തുടയ്ക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട, നീ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയേ. അമ്മ എന്തിട്ട് പറയണേ, അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വാശി കൂടുതലായി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഓർമ്മയൊക്കെ പോയി കിടക്കണോ? അല്ല, മാതാവൻ എൻ്റെ കൂടെ ഉള്ളത്, നീ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ മതിയെന്ന് പറഞ്ഞു. കസാരയിൽ കൊണ്ടുപോയി ഇരുത്തി നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ സുഖമായിട്ട് ആ വെള്ളം എടുത്ത് മേത്തൊഴിക്കലും ഈ കൈ കൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ചെയ്യൊക്കെ എൻ്റെ മാതാവ് നിൽക്കണവിടെ എനിക്ക് ഫീൽ ചെയ്യണേ. എൻ്റെ അടുത്ത് എൻ്റെ മാതാവ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു. ഈ കൊച്ചിന് ഭയങ്കര അതിശയം, എൻ്റെ അമ്മയ്ക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റണ്ട. ഇല്ല പിന്നെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, മോൻ കണ്ടില്ലേന്ന് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പറയുക, 2 മാസത്തിനുള്ളിൽ നടന്നെന്നുള്ളതാ. രക്ഷപ്പെടുത്തിയത് എൻ്റെ മാതാവ് ഈശോയാണ്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. കാരണം ഞാൻ എങ്ങനെ നിങ്ങളോട് പറയുന്നത് എനിക്കറിയില്ല. അത്രയ്ക്ക് എൻ്റെ കൃപാസ മാതാവ് ഇപ്പോഴെന്നെ ചേർത്തി പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരാഴ്ചയായി ഞാൻ മാതാവിനോട് ഒരുങ്ങായിരുന്നു, എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണേ, അവിടെ ഒരു തടസ്സമില്ലാണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റണേ. എന്നാൽ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. അപ്പോൾ കേൾക്കണം, ട്രെയിനിൽ കയറി ഞാൻ. അപ്പോൾ ഞാനും അതിശയിച്ചു, ഈ ട്രെയിനിൽ കയറിയപ്പോഴും മാതാവ് എന്നെ പിടിച്ച് കയറ്റണമാതിരി. ബിസിനസ്സിൽ ഞാൻ ഇറങ്ങി, വണ്ടി ഓടിച്ചു. ഞാൻ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞ് ഒരു 2 ആഴ്ച വണ്ടി എടുത്തിട്ട് എൻ്റെ മാതാവ് എന്നെ ഇങ്ങനെ വഴി നടത്താം. ഒരു രക്ഷയിലോട്ടോ. എൻ്റെ മാതാവ് എനിക്ക് തരണ അനുഗ്രഹങ്ങൾ 1-2 അല്ല. ഈ ബിസിനസ്സിനാണെങ്കിൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം. ഇപ്പം ഞാൻ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ടാണ് വന്നേക്കണേ. അത്രയും തുണികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ മുന്നിൽ പുതിയ ആളുകൾ എൻ്റെ മാതാവ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇനി എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എൻ്റെ മോൻ്റെ ജീവിതവും അല്ലെങ്കിൽ എൻ്റെ ആധാരം എല്ലാം ഞാൻ എടുക്കും, പണിയെടുത്തിട്ട് എടുക്കും. എനിക്ക് നല്ല വിശ്വാസം. കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ചെയ്തായിരുന്നു കേട്ടോ, വെറുതെ പറയണതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രോഗികളൊക്കെ കാണണം, അവർക്ക് എന്തെങ്കിലും എൻ്റെ അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോകുമായിരുന്നു, മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ചെയ്തു, ഒക്കെ ഓടും. ഈ വണ്ടി കൊണ്ട് ഞാൻ എല്ലായിടത്തും മേട്ടിപ്പാടം ഇവർക്കൊക്കെ അറിയാം, എൻ്റെ കൂട്ടുകാരിലൊക്കെ. ഞാൻ ആ മേട്ടിപ്പാടം മൊത്തം ഓടി എല്ലാ കാര്യം ചെയ്യും, പള്ളിയിലെയും കാര്യങ്ങൾ ചെയ്യും. ഒക്കെ എന്ത് വേണം എങ്ങനെ വേണം, കാശില്ല എന്നുള്ളൂ, ഞാൻ എല്ലാം ഓടി ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന, ബൈബിൾ വായന, പ്രേക്ഷിത പ്രവർത്തന വെച്ചാൽ ഞാൻ പത്രമെല്ലാം ഞാൻ വാങ്ങിച്ച് കൊടുത്തതിൽ കണക്കില്ല കേട്ടോ. ഞാൻ പത്രമൊക്കെ ഞാൻ കൊണ്ടുപോയി ഉണ്ടല്ലോ, വീട്ടിൽ ഞാൻ വയ്ക്കില്ല, എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വിചാരിക്കും, ദൈവമേ ഈ പത്രം ഇവിടെ വെച്ചാൽ മാതാവിന് ഒരു വില കൊടുക്കണ്ടെന്നുള്ളൂ. അന്ന് തന്നെ ഞാൻ പത്രം ഒരു കെട്ടൊക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 3 കെട്ട് ഞാൻ കലൂർ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ആ പരിസരത്തും ഞാനും മോനും കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ ചാലക്കുടി കിടക്കണം, മേട്ടിപ്പാടം കിടക്കണേ, ഞാൻ കലൂർ പള്ളിയിൽ പോകണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നു എൻ്റെ മാതാവ്. ഞാൻ അറിയാത്ത ആളുകളുടെ ഇടയ്ക്ക് പോയി ഈ പത്രം ഞാൻ ഉടനെ എത്ര തിരക്കുണ്ടായാലും ഞാൻ കൊടുക്കണമായിരിക്കും. എൻ്റെ ബിസിനസ്സെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നല്ലപോലെ ബിസിനസ്സെല്ലാം നടക്കുന്നുണ്ട്. ഉടമ്പടി തൈലം പിന്നെ ഭയങ്കര അത്ഭുതമാണ്. ഉടമ്പടി തൈലമാണ് ഈ വേദന വരുമ്പോൾ എല്ലാം ഞാൻ പുരട്ടുന്നത്. ഒരു മരുന്നും ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടേ ഇല്ല. ഈ ഉടമ്പടി തൈലവും തേനും ഉപ്പും മാത്രമാണ് എൻ്റെ മരുന്ന്. എൻ്റെ ഈശോ മാതാവ് പറയുന്നുണ്ടായിരുന്നു, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കുകയും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ നീ ആരെ ഉപദേശം കേൾക്കുകയും വേണ്ട, നീ ആരോട് ചെന്ന് സങ്കടം പറയും വേണ്ട, നിനക്ക് ജപ്തിയാണോ, നിനക്ക് ആരുമില്ല, ഒന്നും വേണ്ട, ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പം എൻ്റെ
എൻ്റെ കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ എനിക്ക് മറന്നു പോവാം. എനിക്ക് ഓർമ്മക്കുറവ് ഈ ആക്സിഡൻറ്റിലുണ്ട്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, ഇതെങ്ങനെ സംഭവിച്ചു, ഈ മാതാവാണല്ലോ ഇത് നടത്തിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാത്തിനും നന്ദി പറയാണ്. എല്ലാം എനിക്ക് ഇനി ഈ ഉടമ്പടി പത്രത്തിൽ ഞാനിപ്പോൾ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ മാതാവിനോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം മാത്രമേ ഞാൻ വൈദിക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരികൾക്ക് മാത്രമേ ഞാൻ ഒരു നിയോഗം വച്ചിട്ടുള്ളൂ. എൻ്റെ മോനും ഞാനും ഇത് മാതാവിനോട് ഈശോട് മാത്രം, എനിക്ക് ഒരാവശ്യം വേണ്ട, എല്ലാം എനിക്ക് നടത്തി തരണുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിച്ച് പറഞ്ഞിരിക്കണത് ഈ ഉടമ്പടിയിൽ. അതുപോലെ തന്നെ എല്ലാത്തിനെയും നന്ദി പറയുന്നു. ഈശോട് 1000 നന്ദി പറയുന്നു ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ അനുഗ്രഹിച്ചത് ഈശോയോട്. സങ്കീർത്തനങ്ങൾ 145. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ബിജി പൊറിഞ്ചു എന്ന ഈ സഹോദരിയുടെ വളരെ ഹൃദയസ്പർശിയായ മരിയൻ അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മകൾക്കുണ്ടായ വളരെ ഗുരുതരമായ അപകടം, ഓപ്പറേഷൻ പോലും ചെയ്യാനാവാത്ത സാഹചര്യങ്ങൾ, അമ്മ മാതാവിനെ മാത്രം കൂട്ടുപിടിച്ച് ഓരോ ദിവസവും രാവും പകലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ പ്രത്യാശയർപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് മകൾ പ്രാർത്ഥിക്കുകയും ഓപ്പറേഷൻ ചെയ്യാനാവുന്ന വിധം ശാരീരിക അവസ്ഥകൾ സാധാരണ നിലയിലേക്ക് വരികയും ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കാലുകുത്തി നടക്കുവാൻ ഏറെ നാളെടുക്കും, ഒരുപക്ഷെ നടക്കുവാൻ സാധിക്കില്ല എന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞെടുത്ത് അമ്മയെ മാത്രം ആശ്രയിച്ചും അമ്മയോട് മാത്രം പ്രാർത്ഥിച്ചും അമ്മയുടെ ബലം മാത്രം സ്വീകരിച്ചും ഓരോ ദിവസവും അതിനുവേണ്ടി പരിശ്രമിച്ച് 2 ആഴ്ചക്കുള്ളിൽ ആദ്യം കാൽപാദം ചവിട്ടുകയും 2 മാസം കൊണ്ട് സാധാരണ പോലെ നടക്കുവാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ ശാരീരികാരോഗ്യം വീണ്ടെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവച്ചത്. മുറിവുകൾ വളരെ ക്ലേശമുള്ളതും ഗൗരവമുള്ളതുമായിരുന്നുവെന്ന് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്. 2 കാലുകൾക്ക് 2 കരങ്ങൾക്ക് ഒടിവുകളുമായി ഏറെ ദൈന്യതയോടുകൂടിയുള്ള ഒരു ജീവിതം. എങ്കിലും ആ സാക്ഷ്യം മുഴുവനും ആദ്യാവസാനം നമ്മൾ കേൾക്കുന്നത് എത്ര കണ്ട് തൻ്റെ കഷ്ടകാലത്ത് അമ്മ മാതാവിൽ ആശ്രയിക്കുകയും അമ്മ ഈശോയിലൂടെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നൽകി തൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുമെന്ന പ്രത്യാശയാണ്. വേദന നന്നായി തിന്നപ്പോഴും വേദന കൊണ്ട് രാപകൽ ഉറങ്ങാതെ ജീവിച്ചപ്പോഴും അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ച് അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് അതോടൊപ്പം വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ മാത്രം എല്ലാം സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ പൊടിഞ്ഞു നുറുങ്ങിയ ശരീരത്തെ കൊടുത്തുകൊണ്ടാണ് മകൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ വാക്കിലും അമ്മ മാതാവിനോടുള്ള സ്നേഹവും ഈശോയോടുള്ള നന്ദിയുമായി കണ്ണീരോടുകൂടി ഈ സാക്ഷ്യം പറയുന്നത്. കാരണം എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയിടത്ത് നിന്ന് അമ്മ വീണ്ടും ചുവടുറപ്പിച്ച് നടത്തുവാൻ, ഏറെ ദൂരം സഞ്ചരിക്കുവാൻ, ആ ബിസിനസ് വീണ്ടും തുടങ്ങുവാൻ, സാധാരണ പോലെ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുവാൻ ഒക്കെ മകളെ ശക്തിപ്പെടുത്തിയ, ആരോഗ്യം നൽകിയ, അത്ഭുതകരമായി കരം പിടിച്ചെഴുന്നേൽപ്പിച്ച സൗഖ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ സഹോദരിക്ക് ലഭിച്ച ഈ ആരോഗ്യത്തിനും സൗഖ്യത്തിനും പരിശുദ്ധമയിലുള്ള പരിപൂർണമായ ആശ്രയത്വത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യമായിട്ട് അമ്മ മാതാവിനും യേശുപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അശ്വതി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത്. ഞങ്ങളുടെ 5 മാസം പ്രായമായ കുഞ്ഞാണ് ലിയാം പ്രശാന്ത്. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് അമ്മ മാതാവും യേശുപ്പയും നന്ദി ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. ഞാൻ 2024 ജനുവരി 18 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും അയർലൻഡിലേക്ക് പോയി. ഞാനവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് PCOD ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക്കും ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ തന്നെ എൻ്റെ കൊളീഗ്സിനൊക്കെ
മാരീഡായി അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അതിലൊന്നും പതറാതെ ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്, പക്ഷെങ്കിൽ മാതാവിലും യേശുവിലും എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അവിടുത്തെ ആരാധനയിൽ ഞായറാഴ്ചയിലും ചൊവ്വാഴ്ചയിലും ഉള്ള ആരാധനയിൽ ഞാൻ പങ്കെടുക്കും. അവിടെ കുറേ അമ്മച്ചിമാരുണ്ട്. അവർ എല്ലാ 24 hours അഡറേഷൻ പോകുന്ന ഒരു പള്ളിയാണ്. എല്ലാവർക്കും അറിയാം, നോക്ക്, അയർലൻഡിലെ ഫേമസ് ആയ നോക്ക് പള്ളിയുടെ ഒരു ചെറിയ മിനി ഷ്രൈൻ എന്നാണ് ആ ചർച്ചും പറയുന്നത്. അവിടുത്തെ അമ്മച്ചിമാർ ഞങ്ങൾക്ക് 1 hour അഡറേഷനൊക്കെ തരും. അപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി മാറി 1 hour അഡറേഷനൊക്കെ ചെയ്യും. എനിക്ക് കൊന്തയൊന്നും ചൊല്ലാൻ ആദ്യം അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്, മൊബൈൽ ഉള്ള ആപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ 2025 ജനുവരി അവസാനത്തോടുകൂടി അയർലൻഡിലൊരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം, ഒരു മേൽഭാഗം പൊളിഞ്ഞുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മാത്രമാണ് എല്ലാ ലഗേജും ഒക്കെ ഷിഫ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു പുതിയ അക്കോമഡേഷനിലേക്ക് മാറേണ്ട വന്നു. അപ്പം ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്കും എൻ്റെ ഹസ്ബൻഡും മാത്രമായിട്ട് ചെയ്യേണ്ട വന്നായിരുന്നു. ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു 3ാമത്തെ നിലയിലൊക്കെ ആയിരുന്നു. ആ കൂടെ തന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ ഹെവിയൊക്കെയാണ്. പക്ഷേ എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ മാതാവ് കൊണ്ടുപോയി. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അമ്മ മാതാവ് യേശുപ്പയും ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പീരീഡ്സ് മിസ്സാവുന്നു. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് ഞാനത് വലിയ ഇഷ്യൂ ആക്കിയില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3 weeks ഞാൻ കൺസീവാണ്. ശരിക്കും ഞാൻ സർപ്രൈസായി പോയി. വിശ്വസിക്കാൻ തന്നെ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവിടെയൊക്കെ 3 months കഴിഞ്ഞിട്ടേ നമുക്കൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം അനോമാലി സ്കാനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കാനിങ്ങിൽ എൻ്റെ അബ്ഡോമൻ കുറച്ച് മോയിസ്റ്റ് ആയതുകൊണ്ട് അവൻ്റെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായിരുന്നു. പക്ഷേ മാതാവിലും യേശുപ്പയിലും ഉറച്ചായിട്ട് വിശ്വസിച്ചു ഞങ്ങൾ പോയി. രാവിലെയും വൈകിട്ടും, അതായത് കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയിൽ എടുത്തത് മുതൽ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലം കുരിശ് വരച്ച് അബ്ഡോമിനിൽ പുരട്ടുമായിരുന്നു. തേൻ യൂസ് ചെയ്യുമായിരുന്നു. വൈകിട്ട് കൊന്ത ചൊല്ലും. കൊന്ത ചൊല്ലാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കൊരു എന്താ പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കൊന്ത ചൊല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഭാരം പോലെ ആയിരിക്കും. അങ്ങനെ മുമ്പോട്ട് പോയി. പ്രഗ്നൻസി നല്ല സ്മൂത്തായിരുന്നു. എല്ലാ സ്കാനുകളും നോർമലായിരുന്നു. പക്ഷേ PCOD എനിക്ക് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവരെൻ്റെ ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 32 weeks വരെ ഞാൻ എല്ലാ ഫൈനായിരുന്നു. പക്ഷേ 34 weeks ഞാൻ ഡയബറ്റിക് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഡയറ്റ് ആദ്യം കൺട്രോൾ ചെയ്തു. പക്ഷേ പറ്റിയില്ല. ഹൈ ഡോസ് ഇൻസുലിൻ 3 നേരം എനിക്ക് എടുക്കേണ്ട വന്നു. എന്നാലും മാതാവിലും യേശുപ്പയിലും ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ 34 weeks ആയപ്പോഴത്തേക്കിനും ഞാൻ മെഡിക്കൽ ലീവ് ഞാൻ എടുത്തു. മെഡിക്കൽ ലീവ് എടുത്ത് അതിനുശേഷമാണെങ്കിലും ഞങ്ങൾ വൈകിട്ടാണെങ്കിലും പ്രെയറൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബേബി കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഞാൻ കൊന്ത ചൊല്ലുന്ന സമയങ്ങളിലാണ്. അത് എനിക്കറിയത്തില്ല അതെന്താണ് അവൻ അങ്ങനെയെന്ന്. ഞങ്ങളപ്പോഴും പറയുമായിരുന്നു ഇവനൊരു ഹോളി ബേബിയാണ് എന്ന്. അതിനുശേഷം 36 weeks ഏർലി മോർണിംഗിൽ ഞങ്ങൾ 5:30 എഴുന്നേൽക്കുമല്ലോ. അതിന് മുമ്പായിട്ട് ഞാനെന്തോ സ്വപ്നം കാണുവാണ്, എന്തോ ഒരു വെള്ളത്തിൽ ഞാൻ കിടക്കുന്ന പോലെ. പക്ഷേ ആ സമയത്ത് എൻ്റെ വാട്ടർ ഓൾറെഡി ബ്രേക്ക് ആയിരുന്നു. പിന്നെ അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അന്ന് അഡ്മിറ്റായി. അതിനുശേഷം ഒരു 3:30 മുതൽ ഞാൻ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക്. പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല. ഞാനൊരു 12.5 hours ഞാൻ ലേബർ പെയിൻ ഞാൻ സഫർ ചെയ്തു. അവിടുത്തെ പീഡിയാട്രി ഡോക്ടേഴ്സും ഗൈനക്കിൻ്റെ എല്ലാ ഡോക്ടേഴ്സും എല്ലാം വന്നു. അവരെല്ലാം എന്നോട് പറഞ്ഞു, നീ കുറച്ചും കൂടെ എനർജി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നീ മിക്കവാറും ഞങ്ങൾക്ക് സിസേറിയന് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. കാരണം ഓൾറെഡി കൊച്ചിൻ്റെ തല ഓൾമോസ്റ്റ് പുറത്തായി. പക്ഷേ എനിക്ക് ബാക്കി ഇങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. NICU എല്ലാം ഓൾമോസ്റ്റ്
അവർ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു കൊച്ചിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ അവിടെ കിടന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസത്തിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റി നോർമലായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ. പക്ഷേ അവന് ബർത്ത് വെയ്റ്റ് 2.5 ആയിരുന്നു. അയർലൻഡിലെ നിയമം അനുസരിച്ച് അത് ലോ ബർത്ത് വെയ്റ്റ് ആണ്. അവിടെ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് 3.5-4 kg ഒക്കെയാണ് ബേബീസിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ കൊച്ചിന് 2.5 ആയിട്ട് പോലും അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന് ഹെൽത്തി ബേബിയാണ്, ഇവന് NICUവിൽ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞപ്പം, കാരണം എനിക്ക് കത്തീറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, യൂറിൻ പോകാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കത്തീറ്ററൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു 4 days ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ മകൻ, ലിയാം എന്നാണ് പേര്. ലിയാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വാരിയർ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്തതെന്ന്. അതിനുശേഷം ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം വളരെ സ്മൂത്തായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പ്രോപ്പറായിട്ട് പോയി. ഞാൻ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത സമയത്ത് എൻ്റെ HR പുള്ളിക്കാരി, അതായത് ആ ഹോസ്പിറ്റലിലെ പുള്ളിക്കാരി മെറ്റേണിറ്റി ലീവിന് പോയി. അതിനുശേഷം അത് ടേക്ക് ഓവർ ചെയ്തത് വേറൊരു ആളായിരുന്നു. അപ്പം ഓൾറെഡി അവർക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതും ഞാൻ ഓൾറെഡി അവർക്ക് ഇൻഫോം ചെയ്തതാണ്. പക്ഷേ എന്തോ ബൈ മിസ്റ്റേക്ക് പുതിയതായിട്ട് വന്ന അവർക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ പഴയ പാസ്പോർട്ടിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്തു. പെർമിറ്റ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൽ ചേഞ്ചസ് ഉണ്ടെന്ന്. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്, നീ തന്നെ അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയി. ഓൾറെഡി ഞാൻ ആ സമയത്ത് കൺസീവ് ആയിരുന്നു. ഇവനെ ഞാൻ തന്നെ എമിഗ്രേഷന് കോൺടാക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞത്. ഞാനങ്ങനെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്റ്റ് ചെയ്തു. അടിക്കടി ഞാൻ മെയിൽ അയക്കുന്നു. പക്ഷേ മെയിലിനൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഒരു ഏപ്രിലാണ് ഇത് നടക്കുന്നത്. ഒരുപാട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. പള്ളിയിൽ പോകും, അഡറേഷൻ ചെയ്യും, എല്ലാം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ വെരിഫിക്കേഷനെല്ലാം പോയിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഞാൻ റിസൈൻ ചെയ്യുമെന്ന്. അപ്പം എൻ്റെ ഓൾറെഡി 2 years ഞാൻ അവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത്. അപ്പം അവരെന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരു എൻഡ് ഡേറ്റ് തരണം, നീ പോവോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നീ റിന്യൂ ചെയ്യണം, അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൂടെ ആയപ്പോൾ ഞാൻ ആകപ്പാടെ ഭയങ്കര ടെൻസ്ഡായിപ്പോയി. ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മിറാക്കിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിനും അത്ഭുതമായിട്ട് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് തന്നെ ഒരു ഭയങ്കര ഉള്ളിന്ന്, അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ഒരു എംപ്റ്റി ഫീലിംഗ് ആണ് മനസ്സിലുണ്ടാവുന്നത്. എനിക്ക് തന്നെ മനസ്സിലിങ്ങനെ തോന്നി, അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും, യേശുപ്പയിലൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും. എനിക്ക് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് എന്ത് വന്നാലും ഞാനത് നേരിടും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, റിക്വസ്റ്റ് ഇട്ട ഡേറ്റ് June 16 പക്ഷേ ഒരു June 10 ആയപ്പോഴത്തേക്കിന് എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്നു, നിൻ്റെ പാസ്പോർട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിലെ HR പോയി അവരെ ഈ മെയിൽ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ ഓൾറെഡി അവരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഡയറക്റ്റ് അവരുടെ മുമ്പിൽ ആ മെയിൽ കാണിച്ചപ്പോഴാണ് അവർ ഹാപ്പി ആയത്. അവർ പറഞ്ഞു, നിനക്കൊരു തടസ്സമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്, എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ അയർലൻഡിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരന് ജോലിയൊന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഒരു 8 മാസത്തോളം ജോലിയൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടി. ഞാനതും ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അതിനുശേഷം ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ, അതായത് നോക്ക്, നമ്മുടെ മാതാവിന് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സിംഗ് ഹോമിൽ ഹസ്ബൻഡിന് ജോലി റെഡിയായി. പുള്ളിക്കാരനാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്.
ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവാം. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും തൊട്ടടുത്താണ് എൻ്റെ അക്കോമഡേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പള്ളി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നത്. അപ്പോഴാണേലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അല്ല തിരിച്ചു വരുമ്പോഴോ ഏതേലും ഒരു നേരം ഞാൻ മസ്റ്റായിട്ട് ഞാൻ അവിടെ കയറി പ്രാർത്ഥിക്കാതെ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കത്തില്ല. എനിക്ക് ചെയ്ത് തരുന്ന എല്ലാ നന്മകൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഡറേഷൻ 1 hour നമുക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീട്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ അച്ഛനും അമ്മയാണ് ഇതുപോലെ അഭയഭവനിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കോട്ടയം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടതായ ആൾക്കാർക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് എല്ലാം എനിക്ക് കിട്ടിയ നന്മകൾ അത് മറ്റുള്ളവരും അറിയണം, ഇവിടുത്തെ അത്ഭുതങ്ങൾ മറ്റുള്ളവരും അറിയണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും എൻ്റെ ഡീറ്റെയിൽസും ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയിലെയും. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ സോഷ്യൽ മീഡിയ വഴി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം മിസ്റ്റേക്ക് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ അത് ഹോസ്പിറ്റലിലെ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്തൊരു എറർ വന്ന കാര്യം. അപ്പം ആദ്യം അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരി മാറി. ആദ്യം മാനേജ് ചെയ്ത പുള്ളിക്കാരി മാറി. അതിനുശേഷം വന്ന പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അവരെ നോട്ടിഫൈ ചെയ്തപ്പോൾ അവരാണ് എന്നെ ആദ്യം ഫയർ ചെയ്തത്. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച എനിക്ക് കണ്ടിന്യൂ അവരെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് പ്രോപ്പറായിട്ടും ഇമിഗ്രേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ വന്നില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവരെ കോൺടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ഒന്നും കൂടെ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. പക്ഷേ ഫോൺ എടുത്തത് വേറൊരു പുള്ളിക്കാരിയായിരുന്നു. അവരുടെ പേര് മിഖേല എന്നായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവർ തന്നെ മാതാവായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ അവിടെ ഒരു വ്യക്തി വരില്ല. അവളാണ് എനിക്കെല്ലാം സപ്പോർട്ടീവായിട്ട് എനിക്ക് അവിടെ ചെയ്തു തന്നത്. എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളിക്കാരി ആ പോസ്റ്റിൽ നിന്ന് മാറി. അതൊക്കെ മാതാവിൻ്റെ വലിയൊരു മിറാക്കിളാണ്. അമ്മ മാതാവിനും ദൈവതിരുകുമാരനും ഞാൻ ഒരുപാട് കോടി നന്ദികൾ പറയുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. 139 സങ്കീർത്തനം 15 തിരുവചനം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. അശ്വതിയും ജീവിത പങ്കാളിയും ദൈവം അവർക്ക് നൽകിയ കുഞ്ഞുമായി പ്രത്യക്ഷീകരണ സാക്ഷികളായി അൾത്താരയിൽ കയറി നിൽക്കുന്നത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും അവർക്ക് ലഭിച്ച കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനാണ്. ആത്മാർത്ഥമായി ഈ സാക്ഷ്യത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രൈസ്തവരെ ലജ്ജിപ്പിക്കുന്ന ഒരു സാക്ഷ്യം വേണം ഇതിനെക്കുറിച്ച് പറയുവാൻ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. 8 വർഷമായിട്ടും വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ കാത്തിരുന്നിട്ട് ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്നാണ് അവർക്ക് കുഞ്ഞുങ്ങളുടെ ഒരു സന്താന സൗഭാഗ്യം അവർക്ക് ലഭിച്ചത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നതിനൊരു ഉത്തരം പലപ്പോഴും നമുക്കും 1 മണിക്കൂറെങ്കിലും, ചിലപ്പോൾ 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്കുള്ള നമ്മുടെ പല വിചാരങ്ങളിലും പല അസ്വസ്ഥതകളും പെട്ട് നാം എണീറ്റ് പോകുന്നവരാണ്. പക്ഷെ അശ്വതിക്ക് ഏറ്റു പറയാനുള്ളത്, എനിക്കതൊരു വലിയ സൗഭാഗ്യമായി ഞാൻ കാണുന്നു. അവിടെയുള്ള നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് ദീർഘനേരം പ്രാർത്ഥിക്കുവാനും ഈശോയെ കണ്ട് ആനന്ദിക്കുവാനും ഈശോയോടൊപ്പമായിരിക്കുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു വലിയ സൗഭാഗ്യമാണ്. കുഞ്ഞ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം തന്നെ അശ്വതിക്ക് ഏറ്റു പറയാനുള്ള വലിയ സാക്ഷ്യം. അതൊരു വലിയ സൗഭാഗ്യമായി, അതൊരു വലിയ കൃപയായി അശ്വതി ഏറ്റു പറയുകയാണ്. ആ ഒരു വലിയ കൃപയ്ക്ക്, ഈശോയെ പ്രാപിക്കുക, ഈശോയെ സ്നേഹിക്കുവാൻ സാധിക്കുക എന്നുള്ളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടിയാണ് ആദ്യം അശ്വതി നന്ദി പറയുന്നത്. അതുപോലെ തന്നെ അയർലൻഡിലെ ഓഫ് ഡേയ്സിലെല്ലാം
എല്ലാം തന്നെ എപ്പോഴെല്ലാം സൗകര്യമുണ്ടോ, എപ്പോഴെല്ലാം സമയമുണ്ടോ അപ്പോഴെല്ലാം ആദ്യത്തെ പണി ഇവർക്ക് ഈശോയെ കാണുവാനും ആരാധിക്കുവാനും പോവുക എന്നുള്ളതാണ്. ഒരു വലിയ സങ്കടത്തിലിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ അവിടെ അയർലൻഡിലൊരു കൊടുങ്കാറ്റുണ്ടാവുകയും അവരുടെ വീട് ഡാമേജ് ആവുകയും ചെയ്തപ്പോൾ ഒരുപാട് ഹെവി ജോലി ചെയ്ത് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും യാത്രയും നൈറ്റ് ഡ്യൂട്ടിയും എല്ലാം ചെയ്തതിന് ശേഷമാണ് വളരെ പെട്ടെന്നൊരു സർപ്രൈസായി താൻ കൺസീവ് ആണെന്ന് അശ്വതി അറിയുന്നതും ഈശോയ്ക്ക് നന്ദി പറയുന്നതും. ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ നേർച്ച വസ്തുക്കളും വളരെ കൃത്യമായി അവർ പ്രയോഗം ചെയ്യുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ആ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും അശ്വതി കൃത്യമായി ജീവിത പങ്കാളിയോടൊപ്പം അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവരെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം 34-ാമത്തെ ആഴ്ചയായപ്പോൾ അവരുടെ സ്കാനിങ്ങിൽ വളരെ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്നെ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കുഞ്ഞിനെ എപ്പോഴെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോ അപ്പോഴെല്ലാം കുഞ്ഞ് വളരെ ആക്റ്റീവായി ഉദരത്തിൽ നിന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായി ഈ മകൾക്ക് അനുഭവവേദ്യമാകുമായിരുന്നു. പരിശുദ്ധ അമ്മ എലീശ പുണ്യവതിയെ ചെന്ന് കണ്ടപ്പോഴാണ് എലീശ അമ്മ പറയുന്ന ഒരു വലിയ സല്യൂട്ടേഷനുണ്ട്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഓരോ സമയവും നാം വചനം വായിക്കുമ്പോൾ, വചനം ഏറ്റുപറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ മാംസമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മകൾക്കുണ്ടായ ഒരു വലിയ ആധ്യാത്മിക അനുഭൂതി, ആധ്യാത്മിക ആസ്തി, ആധ്യാത്മിക ഒരുക്കം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സർഫേസായി ഈ മകൾക്ക് ഒരുക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും ഈ മകളുടെയും ജോലി, ഇമ്മിഗ്രേഷൻ സമയത്തുണ്ടായ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എല്ലാം തന്നെ ആ ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഇവരെ ആവരണം ചെയ്യുന്നതായും നീലാങ്കിയിൽ ഇവരെ പൊതിയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നൂക്ക് എന്ന സ്ഥലത്ത് ഇവർക്ക് എപ്പോഴും പോയി പ്രാർത്ഥിക്കുവാനും ഏതെല്ലാം സമയത്ത് ഇവർക്ക് ആ പള്ളിയിലേക്ക് കടക്കാൻ സാധിക്കുന്നുവോ, പോകാൻ സാധിക്കുന്നുവോ ആ അവസരങ്ങളെല്ലാം ഒരു വലിയ സൗഭാഗ്യമായും ഒരു നിത്യതയിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ഇവർ അതിനെ കണക്കാക്കുന്നത്. ഈശോയുടെ ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണത്. പുറപ്പാട് 33:14 പറയുന്ന പോലെ, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഏതെല്ലാം കഷ്ടതകളിലൂടെ നമ്മൾ കടന്നുപോയാലും അവിടുന്ന് നമ്മോട് കൂടെ വരികയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വാഗ്ദാനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അശ്വതിക്കും കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന